ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇതൊന്ന് ചുറ്റി നോക്കണത്, കോപ്പർ ചുറ്റി നോക്കുക. കാരണം ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത് ചെയ്തിരുന്നതാണ് ഈ വർക്ക്. ഞാനിപ്പോൾ കോട്ടക്കൽ MS സ്പെയർലാൻഡ് എന്ന് പറയും, നമ്മൾ കൂട്ടുകാരൻ്റെ ബാപ്പു എന്ന് പറയാം, അവരുടെ ഷോപ്പിലുള്ളത്. മോട്ടോറുകളൊക്കെ കത്തി കഴിഞ്ഞാൽ, കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ സർവീസ് ചെയ്യാൻ ഇങ്ങോട്ടാണ് കൊണ്ടുവരാറുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി ഇവിടെ തരും. അപ്പൊ ഇങ്ങനെ ഒരു പൂതി വന്നപ്പോയി, കാരണം അവർ ഏതായാലും വൈൻഡ് ചെയ്യാനുള്ള ആളാണ്. അപ്പൊ നമ്മളൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവർ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ വീട് ചെയ്യാനുള്ള ഒരു കാരണം കൂടി, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. പലർക്കും മോട്ടോർ കത്തി കഴിഞ്ഞാൽ, കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ റീവൈൻഡിങ് ചെയ്യുന്നതിൽ അത്ര വലിയൊരു എന്താ പറയാ ഒരു താല്പര്യമില്ല. അതിന് കാരണം അത് ആ പഴയ പെർഫെക്ഷൻ ഉണ്ടാവില്ല, കമ്പനി ചുറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെർഫെക്ഷൻ എന്തായാലും റീവൈൻഡിങ്ങിൽ ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ മോട്ടറിന് വൈൻഡ് ചെയ്യാൻ കൊടുക്കാറുള്ള കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ വൈൻഡ് ചെയ്ത് കിട്ടുക എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. കാരണം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ചില ആളുകൾ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയ്യൊക്കെ തൊടാൻ തോന്നും, അത്രയ്ക്ക് വൃത്തി ഉണ്ടാവും. ആ വൃത്തി ആഗ്രഹിച്ചുകൊണ്ട് കൂടിയാണ് ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ വർക്ക് സർവീസ് പഠിക്കുന്ന സമയം ഞാൻ ഒരു 3 വർഷത്തിലധികം ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നു, കുറേ വർഷം മുമ്പ്. അതിനുശേഷം ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് ഞാൻ എൻ്റെ ഗുരുനാഥനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മിക്സി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് അയച്ചിട്ട് ആ കംപ്ലൈന്റ് മാത്രം പരിഹരിച്ച് അത് കൂട്ടി വെച്ച് പോകുന്നതിന് പകരം അത് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ കുറെ പൊടികളും കച്ചറകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാന്ന് പറയും. ആ ഒരു വൃത്തിയാക്കി സെറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി ലൈഫ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിലൊരു സംഗതി ഉണ്ട്. അപ്പോൾ വൃത്തിയും വെടുപ്പും എന്ന് പറയുന്നത് അത് ആ വർക്ക് എടുക്കുന്നതിന്റെ നിലവാരത്തെ കൂടി ആശ്രയിച്ചുകൊണ്ടാണ് അത് വരുന്നത്. ഏതായാലും പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്താ വെച്ചാൽ, ഈ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും. കാരണം ഇവര് കമ്പനി എങ്ങനെയാണോ അതിന്റെ കോപ്പർ ഗേജ് കണക്കാക്കിയിട്ടുള്ളത്, അതിന്റെ സ്ലോട്ട്, അതിന്റെ ടേൺസ്, ഇതൊക്കെ അതേ സെയിം തന്നെയാണ് ഇവരും ചെയ്യുന്നത്, അതുപോലെ ചെയ്യാണ്. ഒരു മാറ്റമില്ല, ഒരു വ്യത്യാസമില്ല. അതിന് അളക്കാനുള്ള എല്ലാ ടെക്നോളജികളും ഉണ്ടല്ലോ, അതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കമ്പനി എങ്ങനെയാണോ വൈൻഡ് ചെയ്ത് അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ കമ്പനി അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വൈൻഡിങ് പെട്ടെന്ന് ചെയ്ത്, അതേപോലെ പെട്ടെന്നുള്ള ഒരു മെഷീനറി വൈൻഡിങ് അല്ല എന്നേ ഉള്ളൂ, കൈകൊണ്ടാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ആ ഒരു വൃത്തിയും വെടുപ്പും അതിനിവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഈ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് സമയബന്ധിതമായി ഇതിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതായത് മോട്ടോർ ഇപ്പൊ ഈ അടുത്താണ് ഞാനൊരു സ്കൂളിലെ മോട്ടോർ കംപ്ലൈന്റ് ആയപ്പോൾ, അവിടെ സ്കൂൾ എന്ന് പറയുമ്പോൾ മോട്ടോർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പരിഹരിക്കണമല്ലോ. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അതേപോലെ അവരെന്ത് ചെയ്തു, സമയം എടുത്തത് പെട്ടെന്ന് നമുക്ക് ചെയ്തു തന്നു എന്നുള്ളതാണ്. ഈ MS എന്ന് പറഞ്ഞ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലാണ്, പാർക്കിങ്ങിലേക്ക് പോകുന്ന റോട്ടിൽ. ഇവിടെ മിക്സി, ഫാന്, ഹാൻഡ് ബോക്സ്, കെറ്റിൽ, വാട്ടർ ഹീറ്റർ, ഔട്ടർ ഫാന്, മോട്ടർ, സബ്മേഴ്സിബിളും, ബോർവെല്ലും, മോണോബ്ലോക്കും, വേസ്റ്റ് മോട്ടറും, 3 ഫേസ് മോട്ടറുകളും ഒക്കെ ഇവിടുന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.